നിയമത്തിന്റെ ഭാഷ അവർക്ക്, നിയമത്തിന്റെ പിടിവാശി. ഈ ഒരു ചോദ്യം നമ്മൾ എന്തായാലും ഫേസ് ചെയ്യേണ്ടതാ. ഇതിന്റെ പേരിൽ തളർന്നു പോയാല് നമ്മളെ ദ്രോഹിച്ചവര് ചിരിക്കുകയുള്ളൂ. കല്യാണിയെ വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനം മനസ്സിലുണ്ടല്ലോ. നമുക്ക് ആദ്യം തന്നെ ഉറച്ചു നിൽക്കാം. ഹരി ഒന്ന് റിലാക്സ് ചെയ്യേ. അപ്പം എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ആ ശാന്തത കിട്ടുന്നില്ലടോ. എന്ത് ചെയ്യാനാ? താനും വല്ലാതെ സന്തോഷിച്ചൊരു ദിവസം അത് ഞാൻ നശിപ്പിച്ചു. കല്യാണിയുടെ കാര്യം ഹരിക്ക് എത്ര തന്നെ വലുതാണോ അത്രയും തന്നെ വലുതാണ് എനിക്കും. പേടിക്കണ്ട ഹരി, അങ്ങനെയൊന്നും ദൈവം നമ്മളെ കൈവിടില്ല. കല്യാണി എന്നും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചടങ്ങ്? എന്റെ അമ്മാവ ഒന്നും പറയണ്ട, എല്ലാരും നല്ല അഭിപ്രായമായിരുന്നു. ആഹാ, ചിലര് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഹരി എവിടുന്ന് പോന്നതിന്റെ നഷ്ടം അവരുടെ മുഖത്ത് കാണായിരുന്നു അമ്മാവ. നമ്മുടെ വായനശാലയില് ഒന്നാമത്തെ പുസ്തകമായിട്ടാ എന്റെ പുസ്തകം വച്ചിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നേട്ടം. ഇവിടെ ഇരുന്ന് കയറുപൊട്ടിക്കായിരുന്നു, അങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ട്. അപ്പൂപ്പനെ എന്നോട് പറഞ്ഞത് പോകാൻ പറ്റില്ലല്ലോന്ന്. അമ്മാവനോട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാന്ന്. നീ പറഞ്ഞത് ശരിയാ. ഞാൻ വരാതിരുന്നതിനൊരു കാരണമുണ്ട്. അവിടെ ഞാൻ എത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരാളിൽ നിന്ന് മറുത്തൊരു വാക്ക് കേട്ടാ എനിക്ക് പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. പിന്നെ അവിടുത്തെ സന്തോഷമല്ല അങ്ങ് പോകുന്നേ. ഇനി വരാം, എപ്പോ വേണേലും വരാം. എടാ മക്കളെ, ഞാൻ പണ്ടേ പറയാറില്ലേ, നിന്റെ കയ്യും പിടിച്ച് ആ നാട്ടിൽ കൂടെ നടക്കുന്നതാ അമ്മാവന് ഏറ്റവും വലിയ സന്തോഷമെന്ന്. അങ്ങനെ ഒരു ദിവസം പോണം. എന്തായാലും ജീവിതത്തിലൊരിക്കൽ അവിടെ പോയല്ലേ പറ്റൂ. അച്ഛൻ ഫംഗ്ഷന് പോയ കാര്യം വീണാമ ചോദിച്ചു. എപ്പോ? വീണ ഇവിടെ വന്നിരുന്നോ? ഇല്ല, അപ്പൂപ്പന്റെ ഫോണിൽ വിളിച്ചു. അപ്പൊ ഞാനാ എടുത്തേ. എന്നിട്ട് എന്താ സംസാരിച്ച? വീണാമ്മെ കാണാൻ തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. കൂടെ വരുന്നുണ്ടോന്നും ചോദിച്ചു. നീ എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടും വരില്ലെന്ന് പറഞ്ഞു. നീ ഇന്നും പഞ്ചാര ഇട്ടില്ലേ? അച്ഛാ, കുറച്ചും കൂടെ വലിയ മാല വാങ്ങിക്കണ്ടേ? ഇത് തീരെ ചെറുതായിപ്പോയി. കണ്ടോ എത്രാം ക്ലാസ്സിലാണ് അവള് പഠിക്കുന്നേ? കണ്ടാ, സ്വർണം കണ്ടപ്പോ പണ്ട് അഭിപ്രായം പറഞ്ഞേ. നിത്യാമ്മയ്ക്ക് ഒരു ചെറിയ മാല മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഇത് മേടിച്ചത്. അച്ഛാ, ഞാൻ ഇതുകൊണ്ട് നിത്യാമ്മ കാണിച്ചിട്ട് വരട്ടെ. സൂക്ഷിക്കണേ. എന്ത് പറ്റിയാടാ നിനക്ക്? ജോലിയിൽ തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കണതാ. നിന്റെ ശ്രദ്ധ താലി എടുക്കുന്നതിലൊന്നും ആയിരുന്നില്ല.
ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട നിമിഷങ്ങളാണ്. ഓ, പക്ഷേ അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതാ നിന്റെ കുഴപ്പം. എടാ, നിന്നോട് വന്ന് സംസാരിച്ചവൻ ആരാ? ഏതോ ഒരുത്തൻ. അങ്ങനെ നമ്മൾ അവനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇവിടെ നിന്റെ നെഞ്ചി കിടന്ന് വളർന്ന മോളാ. ഇവളെ പിടിച്ചോണ്ട് പോകാനുള്ള ഒരു യോഗ്യതയും ദേ അവനില്ല. അവനിങ്ങ് വരട്ടെ. എടാ, നമ്മൾ എത്ര അലഞ്ഞു, എത്ര കരഞ്ഞു. അതിനൊക്കെ ഈശ്വരൻ ഓരോന്നോരോന്നായിട്ട് പകരം തന്നില്ലേ? എടാ മക്കളെ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടുകാർ നമ്മുടെ ഇരു കൈ കൊണ്ട് സ്വീകരിച്ചില്ലേ? എടാ, നീ സ്നേഹിച്ച പെണ്ണിനെ നീ സ്വന്താക്കാൻ പോവാ. ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാടാ? ഇനി നമുക്കൊന്നും നഷ്ടപ്പെടൂലെന്ന് അല്ലേ? അയ്യയ്യയ്യയ്യേ, കല്യാണം തലേന്നൊരു മണവാളന്റെ ഇരിപ്പ്. നീ ഇതൊക്കെ കളഞ്ഞിട്ടൊന്ന് ചിരിച്ചേ. ആ, ചിരിക്കേ. അതെ, നീ 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 പോക്കയല്ലേ? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത്? ഏത്? നിന്റെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണല്ലോ. എന്ത് മാറ്റം? നിന്റെ കല്യാണം. അതുപോലെ എന്റെ ജീവിതത്തിലും ഞാൻ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുക. എന്ത് മാറ്റം? അല്ല,